Hey all, it's me, Ritika. Even I'm also so excited like all of you for March 27th. പിറവികൊള്ളും മുമ്പേ തന്നെ പാൻ ഇന്ത്യയും പട്ടവുമായി മലയാള സിനിമാ പ്രേക്ഷകരെ ആകാംക്ഷയുടെ കൊടുമുടിയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന എമ്പുരാൻ മാർച്ച് 27 മാസ് ഹിറ്റ് മൂവി ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ ഒട്ടേറെ പ്രത്യേകതകളോട് കൂടിയാണ് നമുക്ക് മുന്നിലെത്തുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ വീണ്ടും ദൃശ്യഭാഷയുടെ അതിരുകൾ കടക്കുമ്പോൾ മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളി വീണ്ടും കരുത്തോടെ നമുക്ക് മുന്നിൽ അവതരിക്കുകയാണ്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് കൂടി ആവുമ്പോൾ എമ്പുരാൻ പാൻ ഇന്ത്യയും വിട്ട് പറവറക്കുമെന്ന് ഉറപ്പ്. തിരക്കഥ ത്രില്ലറിന്റെയും രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും അതിവിശദമായ സമന്വയമാണ് കാഴ്ചവെക്കുന്നത്. ട്രെയിലറിലെ ഓരോ രംഗവും പുതിയ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ കഥാപാത്രങ്ങൾ കൂടുതൽ ആഴമേറിയതും ഗൗരവകരവുമാകുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ തന്ത്രങ്ങൾ കണക്കുകൂട്ടലുകൾക്കും അപ്പുറം കടക്കുമ്പോൾ ചതികളും ശക്തിപ്രയോഗങ്ങളും വ്യത്യസ്തത കൈവരിക്കുന്നു. എമ്പുരാനിലൂടെ മോഹൻലാൽ എന്ന ഇതിഹാസം വീണ്ടും വീണ്ടും ജനമനസ്സുകളിൽ ഇടം നേടുമ്പോൾ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച കളക്ഷൻ റെക്കോർഡുകളായിരിക്കും ഇനി പിറക്കാൻ പോകുന്നത്. എമ്പുരാന്റെ സിനിമ ദൃശ്യഭംഗി, ലൊക്കേഷന്റെ ചാരുത, കൃത്യമായ ഫ്രെയിമുകൾ ഇവയൊക്കെ എമ്പുരാൻ ഒരു ഹോളിവുഡ് മൂവിയുടെ മനോഹാരിത നൽകാൻ തക്കതാണ്. ആക്ഷൻ രംഗങ്ങൾ വലുപ്പത്തിലും ഭാവത്തിലും വ്യത്യസ്തത പുലരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു മാസ് എന്റർടൈനർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ രംഗവും കഥയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് പകർത്തിയിട്ടുള്ളത്. ദീപക് ദേവ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ ത്രില്ലർ മൂഡിന് കൂടുതൽ ഊർജ്ജമേകുന്നു. ക്ലൈമാക്സ് വരെയും ഓരോ നിമിഷവും ആവേശം കുറയാതെ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. പ്രേക്ഷകരാകട്ടെ ഒന്നടങ്കം എമ്പുരാനെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ പ്രീ ബുക്കിംഗിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എമ്പുരാൻ വെറും ഒരു സിനിമയല്ല, ഒരു അനുഭവമാണ്. പ്രേക്ഷകരുടെ ഒക്കെ പ്രതീക്ഷകൾക്കും അപ്പുറം ലൂസിഫറിനെ പോലും മറികടന്നുകൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി എന്നിവരുടെ ദൃശ്യശക്തി ഒത്തുചേരുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് മികച്ച ഒരു ചിത്രം തന്നെയാണ്. ഇപ്പൊ തന്നെ പ്രീ ബുക്കിംഗിൽ നമ്മുടെ ബുക്ക് മൈ ഷോയിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. മലയാള സിനിമയുടെ തന്നെ അഹങ്കാരമായി മാറാൻ പോകുന്ന എമ്പുരാന്റെ റിലീസിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തുന്നുണ്ട്. അതുവരേക്കും ബൈ.